സംസ്ഥാന കൃഷി വകുപ്പിന്റെ കൂൺ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷക ജ്യോതി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിക്ക് അനുവദിച്ച അടൂർ ട്രാവൻകൂർ റൂറൽ ഡെവലപ്മെന്റ് കമ്പനിയുടെ സഹായത്താൽ നിർമ്മിച്ച ഹൈടെക് മഷ്റൂം ഫാമിലെ വിളവെടുപ്പ് നടന്നു. മുൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കമ്പനി ചെയർമാൻ കെ ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കൂൺ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷക ജ്യോതി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിക്ക് അനുവദിച്ച അടൂർ ട്രാവൻകൂർ റൂറൽ ഡെവലപ്മെന്റ് കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഹൈടെക് മഷ്റൂം ഫാമിലെ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ചൈനയാണ് ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ കൂൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നിൽക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് 90% കൂൺ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. ചൈന ഏതാണ്ട് ഒരു 3 കോടിക്കടുത്തേക്ക് 3 കോടി ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരൊരു 70കളിൽ അവർ കേവലം ഒരു 60,000 ടണ്ണിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്നവരാണ് എന്ന കണക്കുകൂടി നമ്മൾ ഓർക്കണം. ഇന്ന് കോടിക്കണക്കായ ആളുകൾ ഈ കൃഷിയിൽ ബന്ധപ്പെട്ട് നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിലും ലോകത്തിന് മുമ്പിൽ അവരാണ് മാതൃക. പലയിടങ്ങളിലേക്കും അവിടെ നിന്നാണ് കയറ്റി അയക്കുകയും പറ്റും ചെയ്യുന്നത്. എന്തുകൊണ്ടിത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതായി മാറുമെന്ന് ചോദിച്ചാൽ അത്രമേൽ ഗുണമുള്ള ഒന്നാണ്. നമ്മളെടുക്കുമ്പോൾ ഇതിന് ഏറ്റവും പ്രമുഖ ക്ലാസ് എടുക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെയുണ്ട്. പലത് പറയും, ഇതിൻ്റെ ശാസ്ത്രീയമായി പറയാൻ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കഴിയും. പക്ഷെ നമുക്ക് വേറെ ഹരിതകമില്ലാത്ത ഒന്നാണ്. ഒരു സസ്യം പോലെ, സാധാരണ സസ്യങ്ങൾ പോലെ ഉള്ള ഒന്നല്ല ഈ മഷ്റൂം അല്ലെങ്കിൽ കൂൺ എന്ന് പറഞ്ഞാൽ. അതിനകത്തേക്ക് കയറിയിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ കാണുന്നവർക്ക് അറിയാം. ഈ മഴക്കാലത്തിൻ്റെ ഇടവേളയിൽ ചെറുതായിട്ടൊക്കെ ഈ ഭൂമിയിലേക്ക് ചെറിയ അളവിലൊരു വൈദ്യുതിയൊക്കെ എത്തുന്ന അവസരത്തിലാണ് കൂൺ ഇങ്ങനെ പണ്ട് പൊട്ടി മുളച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു ഇടി വെട്ടുമ്പോൾ അല്ലെങ്കിൽ മിന്നലുണ്ടാകുമ്പോഴൊക്കെ കൂൺ ഉണ്ടാവും എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ കൂൺ ഉണ്ടാവുന്നു. അതിൽ ആയിരക്കണക്കിന് ഇനങ്ങളിലുള്ള കൂണുണ്ടെങ്കിലും ഭക്ഷ്യയോഗ്യമായ ഇനങ്ങൾ കുറഞ്ഞത്. ഈ ഭക്ഷ്യയോഗ്യവും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമുണ്ട്. ഈ ഉണ്ടാക്കുന്നതെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു സംശയത്തിൻ്റെ പ്രശ്നമില്ല. വിഷക്കൂൺ കഴിച്ചു, ആശുപത്രിയിലായി, കൂൺ കഴിച്ചു, പ്രശ്നമായെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ കാട്ടിൽ പോയി ശേഖരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരെങ്കിൽ പുറം സ്ഥലങ്ങളിൽ നിൽക്കുന്നതോ ആയതുള്ളതിനെ കാണുന്നതിന് നമുക്കത് എടുത്തിട്ട് കഴിക്കാൻ കൊള്ളാവുന്നതാണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് അറിയാൻ വയ്യാത്തത് കഴിക്കുമ്പോൾ ഉണ്ടാകും പ്രശ്നമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതെല്ലാം ഇപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം, ബട്ടൺ മഷ്റൂം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷക ജ്യോതി അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. മഷ്റൂമിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അനിതയ്ക്ക് നൽകി നിർവഹിച്ചു. അടൂർ റൂറൽ ഡെവലപ്മെന്റ് കമ്പനിയുടെ സിഇഒ അടൂർ സേതു മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രോഹിണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത മധു, കായംകുളം CPCRI KVKയിലെ സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് രാജീവ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ, പഞ്ചായത്ത് അംഗം ഷീന ശിവൻ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.